സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൗതുകമുള്ള ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ. അഥവാ ആർട്ട് വർക്കുകൾ ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്ന, രാപ്പകലില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൻ്റെ പന്തലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഗേറ്റ് 2 വരാനുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്ക്വയർ വരാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾക്ക് നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നതിൽ ആർട്ട് വർക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ ആർട്ട് വർക്ക് ചെയ്യുന്നത് വളരെ പ്രൊഫഷണലായിട്ട് കേരളത്തിലും ഇന്ത്യയിലൊട്ടുക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു ടീമാണ്. അവരുടെ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വുഡിലും പ്ലൈവുഡിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ മിനാരങ്ങൾ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ 2-3 മിനാരങ്ങൾ നമുക്കിവിടെ കാണാം. ചില ആർച്ചുകൾ, മുകിള ആർച്ച് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആർച്ചുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവർ സാധാരണഗതിയിൽ ഇവരുടെ വർക്കുകളെന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണലായിട്ട് തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ചെറിയൊരു ഫോട്ടോ എനിക്കിവിടെ നിങ്ങളെ കാണിക്കാൻ കഴിയും. ഇതൊരു ആർട്ടാണ്. ഇതുപോലെ ഇവിടുത്തെ മിനാരങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഇതിൻ്റെ മിനാരങ്ങളും കാര്യങ്ങളുമൊക്കെ സജ്ജീകരിക്കപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആർട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആ ടെൻറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ ഫോട്ടോ നമുക്ക് ആദ്യം കാണാം. ഇതുപോലെ ഉണ്ടാകും ഇവിടുത്തെ വർക്കുകൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മെയിൻ ഗേറ്റ് ഓക്കെ. നമ്മൾ ആദ്യം പറഞ്ഞ എൻട്രൻസ് ഗേറ്റിൻ്റെ ഡിസൈനാണ്. അതിൻ്റെ മെഷർമെൻറ്റ് വൈസ് വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 50 ഫീറ്റ് ഹൈറ്റ് ഉണ്ടാവും, ഒരു 40 ഫീറ്റ് വിഡ്ത്തും ഉണ്ടാവും. ആ രീതിയിലാണ് ഇതിൻ്റെ പോകുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ഗേറ്റ്, നമ്മൾ ഒന്നാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നത്. യെസ്, നമ്മൾ കടന്നു വരുന്ന ഗേറ്റ് ഇത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗേറ്റ് ആണ്. യെസ്, ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറാം. 100 എലമെൻറ്റുകളൊക്കെ കൊടുത്തിട്ട് 100ൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു നിലാവ്, ഒരു നമ്മുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിലും. രാത്രിയൊക്കെ ഇത് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ലേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വരിക. ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ വരുന്ന റൗണ്ട് അബൌട്ട് വരുന്നത് ഇങ്ങനെയാണ്. റൗണ്ട് അബൌട്ടിൻ്റെ 2 സൈഡിലുമാണ് നമ്മൾ മാപ്പ് കാര്യങ്ങൾ പറഞ്ഞത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൊരു റൗണ്ട് അബൌട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ റൗണ്ടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന സബ് എൻട്രൻസുകൾ, നമ്മുടെ ടെൻറ്റിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഗേറ്റുകളാണിത്. ഇത് എത്ര എണ്ണം വരുന്നത്? ഇത് 10 വരുന്നുണ്ട്. 10 ഗേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ഒരു QR സ്കാൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വേറെ കാണുന്നുണ്ട്. ഇത് ഈ ഗേറ്റിൻ്റെ തൂണുകളിലേക്ക്. അതെ, തൂണുകൾ. അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്റ്റേജിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു 100ൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ലോഗോയും സമസ്ത സെൻറ്റിനറി ക്യാമ്പിൻ്റെ ഡീറ്റെയിലും വരുന്ന രീതിയിൽ ഒരു പക്ക പ്രൊഫഷണലായിട്ട്, അതായത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന സമ്മേളനത്തിൻ്റെ സ്റ്റേജുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മോഡേൺ പ്ലസ് നമ്മുടെ സമസ്തയുടെ കളർ പാറ്റേണും കാര്യങ്ങളും യൂസ് ചെയ്ത് ഒരു രീതിയിലുള്ള ഡിസൈനാണ്. നമ്മുടെ സമസ്തയുടെ 100 വർഷമായതിന് പ്രതിനിധീകരിക്കുന്ന 100 എന്നുള്ള എലമെൻറ്റും പ്ലസ് നമ്മുടെ സംഘടനയുടെ പാറ്റേണും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് കംപ്ലീറ്റ്ലി വാളായിരിക്കും, LED വാളായിരിക്കും. അതിൽ LED വാളിലും കുറച്ച് ഡിസൈനൊക്കെ വരുന്നുണ്ട്. കുറച്ച് LED വാളിൽ നമുക്ക് പിന്നെ പ്രസംഗികരുടെ ലൈവും വരും. ഇതിന് പാരലായിട്ടുള്ള ടെൻറ്റിൽ ഇതേ വലുപ്പത്തിലുള്ള LED വാളുകൾ 2 സൈഡിലും വരുന്നുണ്ട്. തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതിൻ്റെ എഞ്ചിനീയർമാർ, എന്താണ് ഇവർ പറയാം? ഇവരെല്ലാം ആർട്ട് വർക്കേഴ്സാണ്. ഇവരെല്ലാം നമ്മളോട് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വളരെ പ്രൊഫഷണലാണ്, ഹാർഡ് വർക്കിംഗും ആണ്, പക്ക ആൾക്കാർ. അപ്പം ഇവരുടെയും വർക്കുകൾ, ഇതാ ഗേറ്റിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആർട്ടുകളുടെയും ആർച്ചുകളുടെയും വർക്കുകൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമ്മേളനത്തിനല്ല വരേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സമ്മേളനത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻ അത് ഭയങ്കരമാണ്. അതിൻ്റെ പിറകിലുള്ള വർക്കുകൾ, കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. അതൊക്കെ കൃത്യമായിട്ട് നമ്മളിവിടെ പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പിന്നെ നമുക്കൊരിടത്ത് ഇത് കാണാൻ കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, അല്ലേ? അതെ. ഇതിൻ്റെ ബാക്ക് വർക്കുകൾ ഏറ്റവും കൂടുതൽ ഫിനിഷ് ഈ സ്റ്റേജിലാണ്. ഈ സമയത്ത് നമ്മൾ ആളുകളുടെ സന്ദർശനം നമുക്കൊരു പ്രശ്നമാണ്. എന്നാലും നമുക്ക് ഇതിലൂടെയൊക്കെ നിങ്ങളെ കാണിച്ചു കൊടുക്കാന്നല്ലാതെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണികൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം
ഇവിടെ നമ്മൾ വന്ന സമയത്ത് തന്നെ ധാരാളം സന്ദർശകർ ഇവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ സന്ദർശകർ വരുമ്പം അവരപ്പം കാണുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ആളുകളുടെ പല സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ നേതാക്കൾക്കൊക്കെ കോളുകൾ പോലും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് പറയാതെ തരവില്ല. അതുകൊണ്ടാണ് ഒഫീഷ്യലി നമ്മൾ തന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ എത്തി ഇനി നാളെയും നമ്മൾ കാണിക്കും, ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കും. അങ്ങനെ നമുക്ക് സുപ്രഭാതത്തിലൂടെ ഇങ്ങനെ അപ്ഡേഷനുകൾ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ അടുത്തേക്കൊന്നും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പരമാവധി പോവാതിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ ധാരാളം ആളുകൾ വരുന്നു എന്ന് പറയുന്നു. പരമാവധി നമുക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവരുടെ വർക്കുകൾ നമ്മുടെ മുമ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള സമയവും മണിക്കൂറുകളും മാത്രമാണുള്ളത്. അപ്പോൾ ഏതായാലും ഈ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളുടെ ഒരു പറുദീസയാണ് ഈ ഒരു സമ്മേളന ക്യാമ്പ്.